നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ അറിവിൻ്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് അറിവിൻ്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് മണമ്പൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീ ഗുരുദേവ് ഹെവി മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളാണ്. അവർ നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അറിവിൻ്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വടശ്ശേരി കോണത്താണ്. വടശ്ശേരി കോണത്ത് എന്താണ് പേര്? ഷംല. എവിടെയാണ് സ്ഥലം? കണിയാപുരം. കണിയാപുരത്ത് നിന്നാണ് എത്തിയത്. അപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ എവിടെയാണ് പഠിച്ചത്? കണിയാപുരത്ത്. അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ളത് ഈ മണമ്പൂർ കേന്ദ്രമായി 2ാം പതിറ്റാണ്ടിലേക്ക് കടക്കുന്ന 2 പതിറ്റാണ്ടിനോട് അടുക്കുന്ന സ്ഥാപനമാണ് ശ്രീ ഗുരുദേവ് ഹെവി മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ. അവർ നൽകുന്ന സമ്മാനമാണ്. അപ്പോൾ സ്ത്രീകൾക്ക് നിങ്ങളവിടെ പഠിച്ചപ്പോൾ പരിശീലനം നൽകിയത് സ്ത്രീകൾ തന്നെയാണോ? അല്ല, പുരുഷന്മാരാണ്. ഇവിടെ സ്ത്രീകൾ തന്നെയാണ് പരിശീലനം നൽകുന്നത്. കൂടാതെ IDTR പാസ്സായവരാണ് ഇവിടെ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നത്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമേത്? എന്തോന്നോ? ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമേത്? വീഡിയോ എടുക്കുന്നുണ്ട്, ക്യാമറ ചെവിയിലേക്ക് പറ്റൂല. ഫോണിൻ പരിപാടിയില്ല. ഒരു മരത്തിൻ്റെ പേരിലാണ് വന്യജീവി സങ്കേതം അറിയപ്പെടുന്നത്. അതേതാണെന്നറിയാമോ? അറിയത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും മറ്റാരെങ്കിലും പറയുമെന്ന് നോക്കാം. ശ്രീ ഗുരുദേവ് ഹെവി മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഡ്രൈവിംഗ് ഒക്കെ അവിടെ തന്നെ പഠിച്ചത് തന്നെ? അവിടെ ഈ ലേഡി ഇൻസ്ട്രക്ടർമാർ തന്നെ നിങ്ങൾക്ക് തന്നെയല്ലേ? അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന തേക്കടിയാ? പിന്നെ അറിയാമോ? തേക്ക് ഉണ്ട്. അതുകൊണ്ടല്ലോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. പടം മടക്കണ്ട, എനിക്ക് സമ്മാനം വേണ്ടേ? സമ്മാനം ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരി ഉത്തരം നൽകണം. തേക്കടിയല്ലേ? തേക്കടിയല്ല. അപ്പോൾ എന്തായാലും മറ്റൊരവസരത്തിൽ ഇതിലും മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം നേടാം. കൊടും ചൂട് തന്നെയല്ലേ ഇവിടെ? ഭയങ്കര ചൂട്. ഇനി നിങ്ങളെ നിർത്തി നമ്മൾ ക്ഷീണിപ്പിക്കുന്നില്ല. അപ്പോൾ മറ്റൊരവസരത്തിൽ ഇതിലും മനോഹരമായിട്ടുള്ളൊരു സമ്മാനം നേടാം. ഓക്കെ. ശ്രീ ഗുരുദേവ് ഹെവി മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ശ്രീ ഗുരുദേവ് ഡ്രൈവിംഗ് സ്കൂൾ അറിയാമോ? മണമ്പൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. 18 വർഷങ്ങൾ പിന്നിടുന്നു. അപ്പോൾ 2 പതിറ്റാണ്ടിനോട് അടുക്കുന്നു. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. അപ്പോൾ വടശ്ശേരി കോണത്തിൻ്റെ ഹൃദയഭാഗത്ത് എന്നും കാണുന്ന വിനോദം പറയും. തേക്കടി. അടുത്തു വരുന്നു. ഒരു മരത്തിന്റെ നാമത്തിൽ അറിയപ്പെടുന്ന കേരളാവിലെ ഒരു വന്യജീവി സങ്കേതം യാത്? தெரியாது. தமிழ்நாடுக்கு டச் பண்ணி தான் இருக்கு அந்த இடம். കന്യാകുമാരി. അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ളത് ശ്രീ ഗുരുദേവ് ഹെവി മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ നൽകുന്ന സമ്മാനമാണ്. അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോറസ്റ്റ്, അതുപോലെ തന്നെ പോലീസ്, എക്സൈസിലേക്ക് അവർ ഡ്രൈവറെ ക്ഷണിക്കുമ്പോൾ അവരുടെ ജീപ്പുകളിലാണ് അവർ ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നത്. അപ്പോൾ ഇതുപോലെ മഹേന്ദ്രയുടെ ജീപ്പുകൾ അവർ പരിശീലനത്തിന് വേണ്ടി, പ്രാക്ടീസിന് വേണ്ടി അത്തരത്തിലുള്ള ഒരു സംവിധാനവുമുണ്ട്. പിന്നെ കൂടാതെ ഹെവി മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: കേരളത്തിൻ്റെ ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമേത്? കേരളത്തിൽ ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത്? ഒരു പിടിയില്ല. പൊന്മുടിയല്ല, ഒരു മരത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. തേക്കടിയല്ല. വിടട്ടാ? വിട്ടോ.
അപ്പോൾ വടശ്ശേരിക്കോണത്ത് എത്തിയിട്ട് ആരും പറഞ്ഞില്ല, മറ്റാരെങ്കിലും പറയുമെന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് നീങ്ങാം. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത്? ഇത് മരത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. മരത്തിന്റെ പേരിലോ? തേക്കടി. തേക്കടിയല്ല. തട്ടേക്കാട്. തട്ടേക്കാളുമല്ല. അപ്പോൾ എന്തായാലും മറ്റാരെങ്കിലും പറയുമെന്ന് നോക്കാം. ശ്രീ ഗുരുദേവ് ഹെവി മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. അപ്പോൾ ഞങ്ങളുടെ ചോദ്യം ഇതാണ്: ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത്? അറിയില്ല. മരത്തിന്റെ പേരിലോ? എത്ര അറിയാൻ വയ്യല്ലോ. തേക്കടിയാണ്. തേക്കടി. മറ്റൊരവസരത്തിൽ ഇതിലും മനോഹരമായിട്ടുള്ളൊരു സമ്മാനം നേടാം. നേരത്തെ ആരാണ്? അണ്ണൻ തന്നെയാണ് അനിയായിരുന്നു. സമ്മാനം നേടിയതല്ലേ? അപ്പോൾ ശ്രീ ഗുരുദേവ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ ഞെക്കാടാണ് എത്തിയത്. ഞെക്കാട് ഹൈസ്കൂളിന് സമീപം 3 വ്യത്യസ്തമായ ഹെയർ സ്റ്റൈലിലും വേഷവിധാനത്തിലും ഇരിക്കുന്ന 3 സഹോദരങ്ങൾക്കടുക്കിലേക്കാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഞങ്ങളുടെ കൈവശം ശ്രീ ഗുരുദേവ് ഹെവി മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ നൽകുന്ന സമ്മാനമാണ്. മണമ്പൂർ കേന്ദ്രമാണ് പ്രവർത്തിക്കുന്നത്, അറിയാമോ? അറിയാം. കേന്ദ്രമാണ്. അപ്പോൾ അവിടെ അവർ ഈ ഫോറസ്റ്റ് ഗവൺമെൻറ് ഓഫീസ്, അപ്പോൾ അവിടെ ഗവൺമെൻറ് ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് നടത്തുമ്പോൾ അവർ അതേ വാഹനത്തിൽ തന്നെയാണ് പരിശീലനം നൽകുന്നത്. ഫോറസ്റ്റ്, പോലീസ്, എക്സൈസ് തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനം നൽകുന്നത് അതേ വാഹനത്തിൽ തന്നെയാണ് അവർ പരിശീലനം നൽകി വരുന്നത്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമേത്? പെരിയാർ. പെരിയാർ വന്യജീവി സങ്കേതം. അടുത്ത ആളിന് എന്തിനാണ് പറയാനുള്ളത്? അറിയത്തില്ല. പെരിയാറിൽ തന്നെ ഉറച്ചു ചെയ്യുന്നേ. എന്നാൽ ഞങ്ങൾ മാറ്റും. പെരിയാറല്ല, മറ്റൊരു വന്യജീവി സങ്കേതമാണ്. ഇവിടെ മറ്റാരെങ്കിലും പറയുമെന്ന് നോക്കാം. ശ്രീ ഗുരുദേവ് ഹെവി മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ നൽകുന്ന സമ്മാനമാണ്. നിങ്ങൾ അടുത്ത് തന്നെ പ്രവർത്തിക്കുന്നല്ലേ? അല്ലേ? എങ്ങനെയുണ്ട് അവരുടെ പ്രവർത്തനമൊക്കെ? ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. കുഴപ്പമില്ല, ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്: ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമേത്? ഒരു മരത്തിൻ്റെ പേരിലാണ് അറിയുന്നത്. അറിഞ്ഞൂടെ? ശ്രീ ഗുരുദേവ് ഹെവി മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കേരളത്തിൽ ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം ഏത്? അറിയത്തില്ല. അറിയത്തില്ല. നിലമ്പൂരല്ല. അപ്പോൾ കേരളത്തിൽ ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ശെന്തുരുണിയാണ്. കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി വന്യജീവി സങ്കേതം. കുളത്തൂപ്പുഴയ്ക്കും അതുപോലെ തന്നെ തെന്മലയ്ക്കും ആ കാടുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ നൗഫലിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം. Costume partner FISA Unlimited Fashions, Men's and Boys, Attingal, Alangodu.